ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു പൊട്ടറ്റോയും ക്യാരറ്റും വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുള്ളൊരു കിടുക്കാച്ചി ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ. ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്കാണേ. നമുക്കിത് നമ്മുടെ മുഖം എക്സ്ഫോളിയേറ്റ് ആവാനും പിന്നെ ഡാർക്ക് സ്പോട്ട് മാറ്റാനും എല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുഖം ഒരു പഫിനെസ് പോലെ ആവാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൊട്ടറ്റോ. ക്യാരറ്റ് നമുക്ക് വിറ്റാമിൻ എ നമുക്ക് ഇഷ്ടംപോലെ തരുന്നതാണ് ക്യാരറ്റ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ റിപ്പയർ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഡാമേജ് സെൽസ് എല്ലാം നീക്കം ചെയ്തിട്ട് നമുക്ക് മുഖം നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാരറ്റ് നമ്മളെ സഹായിക്കും. അപ്പം നമുക്ക് മഞ്ഞളിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. മഞ്ഞൾ നമ്മൾ ഇപ്പം ഞാൻ എല്ലാത്തിനും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. മഞ്ഞൾ നമുക്ക് നമ്മുടെ മുഖത്ത് ഹെയർ ഗ്രോത്തിനും എല്ലാം വളരെ നല്ലതാണ്. നമ്മൾ നാച്ചുറൽ മഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കുന്നില്ല, അത് കുറേ കെമിക്കലല്ലേ. നാച്ചുറൽ മഞ്ഞൾ അതിനെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത് 3 സാധനം വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഒരു ഫേസ് പാക്ക്, ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതപ്പോൾ നമുക്കിത് പീൽ ചെയ്തിട്ട് രണ്ടും കൂടെ പീൽ ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കുഞ്ഞു പീസ് മതി. ഇത് രണ്ടും കൂടെ പീൽ ചെയ്തൊന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഇത് നമ്മളിനി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക, വേവിച്ചെടുക്കുക. ഇത് ഉടയാൻ പോലെ വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ഉടയുന്ന പോലെ വേവിക്കണേ. ഇത് കണ്ടോ, ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. എന്നിങ്ങനെ നല്ലപോലെ ഉടയുന്ന പോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരക്കണേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് വരാം. അത് രണ്ടും കൂടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നാണ്. അപ്പം അതിലേക്ക് നമ്മളിനി എന്ത് ചെയ്യണം, കുറച്ച് മതി, കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. നാച്ചുറൽ മഞ്ഞൾപ്പൊടി ആയിരിക്കണേ. അതിനുശേഷം നമുക്കിതിങ്ങനെ ഇളക്കി നല്ല സ്മൂത്താക്കി എടുക്കാം. ഇളക്കി നല്ലൊരു ഇത് വന്നില്ലേ. ഇത് എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതൊരു മുഖത്ത് പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളയാം. തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പം മുഖം നല്ല റിങ്കിൾസ് എല്ലാം മാറി. ഒരു ദിവസം ആക്കിയാലല്ല, ആഴ്ചയിൽ 1-2 വട്ടം ഇത് ആക്കിയാൽ മതി. അപ്പം നമുക്ക് മുഖം നല്ല റിങ്കിൾസ് എല്ലാം മാറി നല്ല പഫി സ്മൂത്ത് സ്കിന്നാവും. വൈറ്റനാവുമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ നല്ല സ്മൂത്ത് സ്കിന്നാവും. വൈറ്റനാക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. അപ്പം സ്മൂത്ത് സ്കിന്നാവും. നല്ല സ്കിന്നിൻ്റെ ടെക്സ്ചർ മാറി വരും. അതിൻ്റെ ഡാർക്ക് സ്പോട്ടും ഇതെല്ലാം മാറിയിട്ട് എന്നുവെച്ചാൽ നല്ല പൊട്ടറ്റോയും ക്യാരറ്റും അല്ലേ, നല്ല നമുക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ മുഖത്ത് പുരട്ടുമ്പം മഞ്ഞളും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.